മന്ത്രി കെ രാധാകൃഷ്ണൻ ആലത്തൂർ MP ആയപ്പോൾ മന്ത്രിസ്ഥാനം രാജിവെച്ചു. ആ ദിവസം IAS ഓഫീസർ ദിവ്യ S. അയ്യർ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തു. ഇവർ രാധാകൃഷ്ണൻ മന്ത്രിയെ ഇങ്ങനെ ആലിംഗനം ചെയ്യുന്ന ഹഗ് ചെയ്യുന്നൊരു ഫോട്ടോയാണ്. അത് വൈറലായി. ഒരുപാട് കമൻസ്, ഒരുപാട് ചർച്ച അതിനെക്കുറിച്ച് നടന്നു. ഒരു വെട്ടമുള്ള ഹഗ്ഗായിരുന്നു ഇവരുടെ ഹഗ്ഗ്. കാരണം കുറേ അധികം അർത്ഥതലങ്ങൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഒരു സ്ത്രീ, ഒരു അയ്യർ, ഒരു ബ്യൂറോക്രാറ്റ് ഓഫീസർ, ഇങ്ങനെ കുറേ രീതിയിൽ വായിച്ചെടുക്കേണ്ട ഒരു വെട്ടമുള്ള ഒരു ഹഗ്ഗ്. ഇതിന് കുറച്ചും കൂടി വെട്ടം വരുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ മന്ത്രി ഒരു ക്ഷേത്രത്തിൻ്റെ നടപ്പന്തൽ ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ പൂജാരി നിലവിളക്ക് കൈ കൊടുക്കാതെ നിലത്ത് വെച്ചു. അയിത്തം. സാംസ്കാരിക കേരളം എന്നൊക്കെ നമ്മളിങ്ങനെ പറയുമെങ്കിലും നമ്മുടെ മനസ്സിലൊക്കെ ഇന്ന് വളരെ ശക്തമായിട്ട് ഇങ്ങനെ അയിത്ത കോളനികളുണ്ടെന്നുള്ളതാണ്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് കുറേ കൺവെൻഷൻസ് ഇങ്ങനെ ബ്രേക്ക് ചെയ്യപ്പെടുകയാണ്. ചുങ്കക്കാരൻ മത്തായുടെ വീട്ടിൽ വിരുന്ന് നടക്കുന്ന സമയമാണ്. ആ സമയത്താണ് സിനഗോഗ് അധികാർ ഈ വീട്ടിലോട്ട് കയറി വരുന്നത്. ജൂയിഷ് കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് ചുങ്കക്കാരൻ എന്ന് പറയുന്നത് അൺടച്ചബിളാണ്, മത്തേ അൺടച്ചബിളാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയുടെ ലീഡർ തന്നെ ആ വീട്ടിലോട്ട് കയറി വരുമ്പോൾ കൺവെൻഷൻസ് ബ്രേക്ക് ചെയ്യപ്പെടുകയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ മകൾക്ക് വേണ്ടി ചോദിക്കുന്നത്, അവൾ മരിച്ചുപോയി, അവളെ വന്ന് കൈവച്ച് അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണം, ഡെഡ് ബോഡി തൊടാൻ പാടില്ല. അടുത്ത കൺവെൻഷൻ ബ്രേക്ക് ചെയ്യാണ്. 12 വർഷം രക്തസ്രാവമുള്ളൊരു പെണ്ണ് വന്ന് ഈശോയുടെ വസ്ത്രത്തോടാണ്. അടുത്ത കൺവെൻഷൻ ബ്രേക്ക് ചെയ്യാണ്. ഇങ്ങനെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ കൺവെൻഷൻസ് ഇങ്ങനെ ബ്രേക്ക് ചെയ്യപ്പെട്ടതാണ്. എന്നിട്ട് നമ്മുടെ ഇത്രയും ലിറ്ററസി ഉള്ള നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എത്രയോ അയിത്ത കോളനികൾ ഇങ്ങനെ പൊളിക്കപ്പെടാതെ കിടക്കുന്നു.